അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം ഒന്ന് ചോദിച്ചോട്ടെ, ഇന്നത്തെ ട്രേഡ് ഏതായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ? 313 പ്രൊഫൈൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സപ്ലൈ ഒരു ഡിമാൻഡ് സോൺ മാത്രമേ ഉണ്ടാവുള്ളൂ, പ്രീവിയസ് പ്രൊഫൈൽ ബേസ് ചെയ്തിട്ട്. ഓക്കെ, അതിനകത്ത് മാർക്കറ്റ് എവിടെ ഓപ്പൺ ആകുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട് രണ്ട് കണ്ടീഷനേ വരുള്ളൂ. ഈ രണ്ട് കണ്ടീഷന് വേണ്ടി മാത്രം നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. ആ കണ്ടീഷൻ ഏതാണെന്നുള്ളത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് വാട്സപ്പിൽ നേരത്തെ തന്നിട്ടുണ്ടല്ലോ. അതെ, അപ്പൊ ഇന്നിപ്പോൾ ഇവിടെയാണ് ഓപ്പൺ ആക്കുന്നത്. ഇവിടെ ഓപ്പൺ ആകാന്ന് പറഞ്ഞാൽ നമുക്ക് ആ പറയുന്ന കണ്ടീഷനിൽ രണ്ടെണ്ണേ വരാനുള്ളൂ. അതിനകത്ത് ഇന്ന് വന്നേക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് മേളിൽ റിജക്ഷനാണ് വന്നേക്കുന്നത്. ഓക്കെ, മേളിൽ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനിടയിലുള്ള സിംഗിൾ പ്രിന്റ്, വാല്യൂ ഏരിയ, ഹൈ ലോ, POC ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം ആ കണ്ടീഷൻ പ്രകാരം മേളിൽ റിജക്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് അവിടെ വന്നിട്ടേ മാർക്കറ്റ് നിൽക്കുള്ളൂ. ഓക്കെ, ഇതിനിടയിൽ മാർക്കറ്റ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തപ്പോഴും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പം പറഞ്ഞു, ഇല്ല, മാർക്കറ്റ് ഇവിടെയും കൂടി വരാനുണ്ട്, അത് വന്നിട്ടേ പോകുള്ളൂ, വൈകിട്ടത്തേക്കാണെങ്കിലും മാർക്കറ്റ് വന്നിട്ടേ പോകുള്ളൂ. അത് കൺഫേം ആണത്. കാരണം ഇവിടെ വന്നിരിക്കുന്ന കണ്ടീഷൻ ഈ ഒരു 313 പ്രൊഫൈൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ അതിന്റെ ടാർഗറ്റ് ഓപ്പോസിറ്റ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് പോയിട്ടേ മാർക്കറ്റ് നിൽക്കുള്ളൂ. അത് എപ്പോഴായാലും അന്നത്തെ ദിവസം വൈകിട്ട് 3:30 കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ട് മുട്ടിക്കും. വീക്ക് ലോ എന്ന് പറയും ഇത്. അതിന്റെ വീഡിയോ വന്നിട്ടില്ലല്ലേ? അപ്പോൾ വീക്ക് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ പുവർ ലോസോ AB പുവർ ലോസോ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ വീക്ക് ലോ എന്ന് പറയുന്നത്. സെയിം പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് വീക്ക് ഹൈ. അതായത് പുവർ ഹൈ പുവർ ലോസ്, AB പുവർ ഹൈ പുവർ ലോസ്, ടെയിലുകൾ, ഇത് മൂന്നും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ, ഇത് മൂന്നും കൂടി ക്ലബ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വീക്ക് ലോ അല്ലെങ്കിൽ വീക്ക് ഹൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിൽക്കുന്ന വെച്ചാൽ ഒരു സെല്ലിംഗ് ടെയിൽ. അത് വരുന്നുണ്ട് ബ്രോ. ഇത് വീക്ക് ലോ ആണത്. അപ്പൊ സൂക്ഷിച്ച് ട്രേഡ് എടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് മറ്റന്നാൾ 10 മണിക്കായിരിക്കും അനൗൺസ്മെന്റ് വരാൻ പോകുന്നത്. 10 മണിക്ക് 10:30 ഇടക്കായിട്ടായിരിക്കും. ഒരു 11-11:30 വരെ ട്രേഡ് എടുക്കാതിരിക്കുന്നതായിരിക്കും ബെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. കാരണം എന്താ പറയുക, ഇവന്റ് ഡേ എന്ന് പറയും നമ്മൾ പറയുന്ന RBI പോളിസി അനൗൺസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവന്റ് ഡേയ്സിൽ മാക്സിമം ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. RBI പോളിസി അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവന്റ് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ, ഒരു ഹാഫ് ആൻ അവർ വരെ. ഹാഫ് ആൻ അവർ ഇവന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇവന്റിന്റെ റിയാക്ഷൻ അടുത്തൊരു ഹാഫ് ആൻ അവർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 1 അവർ ഉണ്ടാവും. ആ 1 അവർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് കൂളാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓർഡർ ഫ്ലോയിലും നമ്മുടെ കൺസെപ്റ്റും പ്രകാരമൊക്കെയുള്ള ട്രേഡുകൾ വന്നിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് അതിന്റെ വഴിക്ക് പോയിക്കോളും. ഇല്ല, നമ്മൾ അനൗൺസ്മെന്റ് നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ട്രേഡ് കയറാൻ പോയിട്ടുണ്ടെങ്കിൽ ഗവർണർ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ട് ചിലപ്പോൾ ഇവിടെ മാർക്കറ്റിൽ റിയാക്ഷൻ ഉണ്ടാവും. അത് പുള്ളി ആദ്യം പറയും